ഭാരതം എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ പുറപ്പെടുമ്പോൾ മുമ്പിലുള്ള പല്ലിങ്ങനെ ആടുക വരുള്ളൂ. അപ്പൊ ആ പ്രായത്തിൽ ഇനിയിപ്പോ ഭഗവാനെ ഉപാസിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴൊന്നും നടക്കില്ല. ഇനിയിപ്പോ ഒരു 30 ആയാൽ കുറച്ചൊക്കെ ആരോഗ്യമുള്ള കാലവും. അതുവരെ അങ്ങനെ കുതിരകളെ പോലെ ഓടി ഓടി നടക്കും. അങ്ങനെ ഓടി ഓടി നടക്കുന്നത് കണ്ടാലാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു സമാധാനമില്ലായ. അവര് അയാളോട് ചോദിക്കും, അതേ ഇങ്ങനെ തെക്കുവടക്ക് നടന്നാ മതിയോ? നാട്ടിലൊക്കെ ആലോചിക്കണ്ടേ? എല്ലായിടത്തൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇപ്പോ കാര്യം നമുക്ക് ജാതി മതമൊന്നും ഇല്ല വെച്ചാലും കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി വൈസ് അതൊക്കെ അന്വേഷിക്കാനുള്ള ഏർപ്പാടുകളുണ്ട്. അതിനൊക്കെ ഇത് പറയാം, കുഴപ്പമില്ല. കല്യാണം ഒരാള് ഒരപകടത്തിൽപ്പെടുമ്പോ നമ്മളത് വേണ്ടാന്ന് വെക്കണം. അതിനുള്ള അവസരമായിക്കോട്ടെ. അങ്ങനെ ആ മാട്രിമോണി ഈ മാട്രിമോണി എന്നൊക്കെ പറഞ്ഞ പലതും ഉണ്ട്. പണ്ടൊരു കുറുക്കനെ കാട് തെറ്റി നാട്ടിൽ വന്നു. ആദ്യം ഓടി നടക്കുന്നതിന്റെ ഇടയിൽ എന്തോ യന്ത്രത്തിന്റെ ഉള്ളില് വാലോട്ട് പുയല്. അയ്യോ എന്ന് പറഞ്ഞ ഉറക്ക കരയാൻ തുടങ്ങി. പിന്നെ ആ കുറുക്കനെ വേറെ കുറുക്കന്മാരൊന്നും കൂട്ടത്തെ കൂട്ടില്ല. അപ്പൊ ഈ കുറുക്കന് ഒരു വിദ്യ തോന്നി. കുറുക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ ആളൊരു കുറുക്കനാണല്ലോ. അപ്പൊ കുറുക്കൻ എന്ത് തോന്നി? ഒരു വഴിയുണ്ട്. അയാൾ ഉറക്കെ പാട്ട് പാടാൻ തുടങ്ങി. പരമാനന്ദം പരമാനന്ദം പാല് കുഞ്ഞ പരമാനന്ദം. അപ്പൊ പാട്ട് കേട്ടപ്പോ എല്ലാവരും വന്നു. ഈ പാട്ടുണ്ടായാലാണോ ഇനിയിപ്പോ ആൾക്കാർ വിചാരിച്ചില്ല. പാട്ടില്ല. അപ്പൊ ആൾക്കാർ പാട്ട് പാടിയത് ഇത്ര വരും. അങ്ങനെ പാട്ടുകാക്കിയ ആൾക്കാരാണ്. ഈ പാട്ടും കൂടി വിചാരിച്ച ഒട്ടും പറ്റില്ല. എന്തായാലും അപ്പൊ ഞാൻ പാട്ട് പാടി നോക്കുക എന്ന് വിചാരിച്ച പരമാനന്ദം പറഞ്ഞ പാട്ട് പാടണം. അപ്പൊ കുറെ മൂക്കന്മാരെ വന്നു. എന്താ 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 വാരി മുറിഞ്ഞ പരമാനന്ദം. അതെയോ? ഞാൻ സത്യം പറയാ. പൊളി പറയാതെ സത്യം പറയാ. മരത്തിന് എന്തൊരു ഭാരതൂർ നടക്കണ്ടേ? അതാണ് മുറിച്ചാണ്ട് കളഞ്ഞ. ഇതുപോലെ ആനന്ദം വേറെ ഇല്ല. ഓരോന്നോരോന്നായിട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ ഒരു കുറുക്കൻ അങ്ങനെ പോയി. അയാൾക്ക് പറ്റിയൊരു യന്ത്രമൊക്കെ കാണിച്ചു കൊടുത്തു. ഇതിൽ പാല് വെച്ച് മുറിഞ്ഞ വേദിക്കോ ചോദിച്ചു. എന്തിനാ വെച്ചോളാം? അങ്ങോട്ട് വെക്കണമുണ്ട്. താൻ എന്തോ നോക്കി നിൽക്കുന്ന ഒറ്റ തള്ളുകൂടി തള്ളിയതോടുകൂടി ആ വാല അതിന്റെ ഇടയിൽ പെട്ടലും അയ്യോ എന്ന് പറഞ്ഞ ആ കുറുക്കനെ ഉറക്കേട്ട് കരയാൻ. ആ പാട്ട് ഞാൻ പാടി തോന്നല്ലേ? അങ്ങനെ ഇപ്പൊ ശിവക്കാലൊക്കെ അങ്ങനെ മുറിച്ച വാല് കുറഞ്ഞതിന് പെട്ടതാണ് അപ്പോ ഏതാണ്ടൊക്കെ. പിന്നെ ചില ആൾക്കാർക്ക് എന്തോ പഞ്ചാര പായസം വിചാരം. പണ്ട് ഒരു വരിക്കച്ചക്ക വെട്ടി വെച്ചപ്പോഴേ ഒരു ഈച്ചയ്ക്ക് തോന്നി നല്ല സ്വാദുണ്ടാവും ചക്കച്ചുള. അങ്ങനെ പാറി ലാൻഡ് ചെയ്തു. ചുളയില് ലാൻഡ് ചെയ്യണമെന്നാ വിചാരിച്ചത്. പക്ഷെ ലാൻഡ് ചെയ്തപ്പോ കുറച്ച് അത്ര ചിരിക്കാനൊന്നുമില്ല. ഒരു കാലം ഒന്നിന് പറ്റും, അത്രേ ഉള്ളൂ. ബാക്കി 5 കാലില്ലേ ഈച്ച തന്നെ വിചാരിച്ചത്. അതിലൊരു കാലും കൂടി കുത്തി മറ്റേ കാലോട് പൊക്കി പാറിയുടെ പോവാ എന്ന് വെച്ചാൽ ആ കാലും കൂടി കുത്തി വെട്ടു. അങ്ങനെ 6 കാലും വെട്ടപ്പോ ഈച്ച തോന്നി. അങ്ങനെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. അവസാനം തല കുത്തി കാല് പൊക്കി ചിറകടിച്ചു പോവാൻ നിർത്തിയാക്കി തലയും കൂടി അത് കുത്തി പറഞ്ഞങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് വേറെ അവന്റെ ഫ്രണ്ട് വേറെ ഈച്ച ഉണ്ടായിരുന്നു. നീ എവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചക്കച്ചോളം തിന്നാലേ കാണിച്ചാന്ന് പറഞ്ഞ ആ ഈച്ച കൂടി പാറി വന്ന് ഒറ്റ ചട്ടം ചാടി. അങ്ങനെ ചാടിയതാണ്. അപ്പൊ ഒക്കെ സുഖല്ലേ? ഓ വിശേഷമൊന്നുമില്ല. ഒന്നുമില്ല. ഒറ്റയ്ക്ക് നിർത്തി നോക്കണം. എങ്ങനെ ഉണ്ടായിപ്പോ
ഉണ്ടോ 2 കൊല്ലായി ആ തൃപ്പൂണിത്തുറ ഉത്സവത്തിന് പോകണമെന്നിരിക്കുന്നു. പറ്റണ്ടേ, പോവാൻ പറ്റണ്ടേ? രാവിലെ നമുക്ക് തിരക്കാവും. രാത്രി പോകണമെന്ന് ചോദിച്ചാൽ അപ്പ കണ്ടുണ്ടും കരുണ്ടും പിന്നാലെ ഞാനുണ്ട്. എന്താ ചെയ്യ? അങ്ങനെ കാല് കെട്ടിയത് വേറെ സ്ഥലത്താണെങ്കിൽ കെട്ട് വീണത് കാര്യമില്ല. അങ്ങനെ കഴിഞ്ഞു പോണ കാലത്തുണ്ടോ? പിന്നെ അത് കഴിയുമ്പോഴേക്ക് എന്താ, അവരുടെ പ്രിയങ്കരമായിരിക്കുന്ന വാക്കുകള്, കുട്ടികളുടെ കളാക്ഷരങ്ങള്, ഇതിന്റെയൊക്കെ ഇടയിൽ ഭഗവാനെ സ്മരിക്കാൻ ആർക്കാ സാധിക്കുക? അല്ല, അപ്പൊ ഇനിയിപ്പോ എപ്പോഴാ കുട്ടിയോളെ കേൾക്കുന്നുണ്ടോ നിങ്ങള്? എപ്പോഴാ ഇപ്പൊ ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കുക? മാരന്റെ ബാണം ഏൽക്കുന്നതിന് മുമ്പുള്ള കൗമാരേ ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. ഭാഗവത ധർമ്മങ്ങളെ കൗമാരത്തില് ആചരിച്ച് ജീവിക്കണം. എന്താ ഭാഗവത ധർമ്മം? വലിയ അപകടമൊന്നുമില്ല. ഭഗവാന് സന്തോഷമാണെന്ന് വിചാരിച്ച് ജീവിക്കുക. തന്റെ എല്ലാ പ്രവൃത്തികളും ഭഗവാന് സമർപ്പിക്കുക. പ്രഹ്ലാദ, നമ്മളൊക്കെ ഒരേ സ്കൂളിലല്ലേ പഠിക്കുന്നത്. അപ്പൊ പ്രഹ്ലാദിന് മാത്രമേ വേറെ സിലബസ് ആയത്. അത് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതല്ല. പണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് എന്നെയും അമ്മയും കൂടി പിടിച്ചു കൊണ്ടുപോകാൻ ദേവേന്ദ്രൻ വന്ന സമയത്ത് ശ്രീനാരദ മഹർഷി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വെച്ച് എനിക്ക് കേൾക്കാൻ വേണ്ടി ഗർഭിണിയായ അമ്മയുടെ മുമ്പിൽ വെച്ച് ധർമ്മത്തിന്റെ തത്വവും പരമാർത്ഥ ജ്ഞാനവും ഉപദേശിച്ചു. ക്ഷീണം കൊണ്ട് അമ്മ പലതും മറന്നുപോയി. പക്ഷേ ഞാനോ മധുരാപ്യസ്മൃതി, ഞാൻ ഇപ്പോഴും അതൊക്കെ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കും എന്നെ പോലെ എന്ത് പ്രയാസങ്ങളോ അടുക്കിലിരിക്കുമ്പോഴും ആനന്ദമയനായിട്ടിരിക്കാൻ ഒരു ഉപായം, എളുപ്പമായിട്ടൊരു വഴി ഞാൻ പറഞ്ഞു തരാം. ഗുരു ശുശ്രൂഷയാ ഭക്തിയാ സംവലബ്ധാർപ്പണേന ച സംഗേന സാധു ഭക്താനാം ഈശ്വരാരാധനേന ച ശ്രദ്ധയാ തൽകഥായാം ച കീർത്തനൈർഗുണകർമ്മണാം തൽപാദാംബുരുഹധ്യാനാൽ തല്ലിംഗേക്ഷാരിഹണാദിഭി ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വര ഇതി ഭൂതാനി മനസാ കാമൈ തൈ സാധുമാനയേൽ എന്ന് ഉപദേശിക്കുന്നു. ഗുരുനാഥന്മാരെ ആശ്രയിക്കൂ. അവര് പറഞ്ഞു തരുന്നത് ശ്രദ്ധയോട് കൂടിയിട്ട് അനുസരിക്കൂ. കിട്ടിയതൊക്കെ അവർക്ക് സമർപ്പിക്കൂ. ധാരാളം ഭഗവത് കഥകൾ കേൾക്കൂ. ഭഗവാനെ കീർത്തിക്കൂ. തിരുനാമ സങ്കീർത്തനം ചെയ്യൂ. വിശ്വത്തിൽ കാണപ്പെടുന്നതെല്ലാം ഈശ്വരനാണോ എന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിച്ച് ക്രമേണ ദേഹത്തിലുള്ള അഭിമാനം വിട്ട്, ലജ്ജ വിട്ട്, ഉച്ചൈസ്തരം ഹരേ നാരായണ 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 ഹരേ നാരായണ. ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കാൻ സാധിക്കും. അതിലൂടെ ഹൃദയത്തിലുള്ള മാലിന്യമൊക്കെ നഷ്ടമാവും. ഹൃദയം ശുദ്ധമാവും. സുതാര്യമായ ഹൃദയത്തിൽ ഭഗവാന്റെ പ്രസാദത്തെ അനുഭവിക്കാൻ സാധിക്കും. ഈ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഇത്ര പ്രയാസമുള്ള കുട്ടികളെ, ഇത്ര പ്രയാസം ഇല്ലാത്തൊരേർപ്പാടില്ല. ബാക്കിയുള്ളതിനൊക്കെ വളരെ ക്ലേശിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ആരാധിക്കാൻ ഉറക്ക വിളിക്ക് പോലും വേണ്ട. തൊട്ടു മുമ്പിൽ കാണുന്ന എന്തും ഏതുമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ആശ്രയിക്കാൻ എത്ര മന്ദിരങ്ങളായി, എത്ര അമ്പലങ്ങളായി. അതുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് ഏറ്റവും പ്രയാസം ഇല്ലാത്തതെന്ന് തിരിച്ചറിയും. ഇനി അതിനെന്താ വേണ്ടത് എന്ന് ആലോചിക്കാണ്ടേ? ഭഗവാനെ ഉപാസിക്കാനാണ് ഏറ്റവും എളുപ്പം എന്ന് തിരിച്ചറിയൂ. എന്താ എളുപ്പമായിട്ടുള്ള വഴി? ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം ചെയ്യുക, കഥകൾ കേൾക്കുക, ഭഗവാനെ കീർത്തിക്കുക. തന്നെ ഭഗവാൻ ഒരാളെ അനുഗ്രഹിക്കുമ്പോ അയാള് ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, സന്യാസിയാണോ, മനസ്ഥനാണോ, ഗൃഹസ്ഥനാണോ, എന്താണ് മാനപ്രസ്ഥനാണോ, കറുത്താളാണോ, വെളുത്താളാണോ, തടിച്ചിട്ടാണോ, മെലിഞ്ഞിട്ടാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, ഷണ്ടയാണോ, വിദേശിയാണോ, സ്വദേശിയാണോ, ഒന്നും ഭഗവാൻ നോക്കില്ല. പ്രിയരേ അമലയാ ഭക്യാ ഹരി. കാപട്യമില്ലാത്ത ഹൃദയമാണോ? പല ആഗ്രഹങ്ങൾ ഇല്ലാത്ത ഹൃദയമാണോ? അചഞ്ചലയായതാണോ ഭക്തി? മുറിപ്പെടാത്തതാണോ ഭഗവത് വിചാരം?
എന്നാൽ അവരിൽ പ്രസാദിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ സ്വഭാവം. ആ അമലമായ ഭക്തി ഉണ്ടാവുന്ന കാര്യത്തിലാണ് ജീവിതത്തിൽ കുറച്ചൊരു സ്വാർത്ഥം നമ്മൾ കാട്ടുന്നത്. ഇപ്പൊ അതിലാണ് നമുക്ക് ഒട്ടും സ്വാർത്ഥം ഇല്ലാത്തത്. ബാക്കിയുള്ളതിനൊക്കെ സ്വാർത്ഥമുണ്ട് ഇല്ലേ? അവനവന്റെ കാര്യങ്ങൾ നേടുന്നത് ബാക്കി എല്ലാത്തിനും സ്വാർത്ഥമുണ്ട്. പക്ഷെ ഇത്തിരി സ്വാർത്ഥം യഥാർത്ഥത്തിൽ വേണ്ടത് എന്തിനാ? തന്റെ ഹൃദയം ശുദ്ധാവുന്ന കാര്യത്തിൽ, വിമലമായ ഭക്തി ഉണ്ടാവുന്ന കാര്യത്തിൽ ഒത്തിരി സ്വാർത്ഥം കാണിക്കും. അതിലൊത്തിരിയെങ്കിലും സ്വാർത്ഥം കാണിക്കും എന്നവര് കേട്ടതോടുകൂടി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പ്രയാസമില്ലാത്തതായ നാമസങ്കീർത്തനത്തിന്റെ വീഥിയെ തന്നെ സ്വീകരിക്കാമെന്ന് തീർച്ചയാക്കിയ അസുരബാലന്മാർ 66 കോടിയോളം വരുന്നവരെ ഉച്ചസ്ഥലം ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ തുടങ്ങി. ഹരേ നാരായണ 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 ഹരേ നാരായണ. ഈ നാമ തരംഗങ്ങൾ ഹിരണ്യകശിപുവിന്റെ ആ കാതിങ്ങനെ അലയടിച്ച് എത്തിയെങ്കിലും അവിടെ ചെന്നപ്പോ ഹിരണ്യകശിപുവിന്റെ കാത് തുളപ്പിക്കുന്ന ചാട്ടുളി പോലെയാണ് അതങ്ങ് തറച്ചു കയറിയത്. അസഖ്യമായ ക്രോധത്തോടുകൂടി ചവിട്ടേറ്റ പാമ്പിനെ പോലെ ഹിരണ്യകശിപു ആ പ്രഹ്ലാദന്റെ നേരെ പാഞ്ഞെടുക്കുന്ന രംഗമാണത് അടുത്ത ശ്ലോകങ്ങളിൽ. നാരദ ഉവാച അഥ ദൈത്യസുതാ സർവേ സുർവാദതിരുവന്ദിനം ജഗദ്ഗുരുരവദ്യസ്വാമേവശിക്ഷിതം അനാചാര്യഗോത്രേഷാം ബുദ്ധിമേകാന്ത സംസ്ഥിതാം ആരക്ഷഭീകത്വരിതോരാജ്ഞ ആവേദയഥ ശ്രുത്വാനന്ദപ്രിയം വ്യക്തിയോദുസ്രംഗയാനയം കോപാവേതുരംഗാത്രപുത്രമഹന്തോ മനോരഥേ ക്ഷിത്വാ പരിചയാ വാചാ പ്രഹ്ലാദമതിദർശനം ആഹേക്ഷമാണ പാപേന ദിരസ്യനേന ചക്ഷുഷാ പ്രശ്രയാവനദം ജാന്തം ബദ്ധാന്തരിം അവസ്ഥിതം സപ്പപദാഹര വിഭക്തം പ്രകൃതിധാരണ ഹേ രുവീരം ദഗ്മൻ കുലഭേദരാധമാ സ്തബ്ധം അക്ഷാസയോ ഭൂതം നേഷ്യേത്വാദേയം അക്ഷയം ഉദ്ധസ്യസ്യ കമ്പന്തേ ത്രയോ ലോകാഃ സുഖേശ്വരാഃ തസ്മൈ ധീരവന്മുഖാ ശാസനം കിംബലോക്യകാ പ്രഹ്ലാദ ഉവാച കേവലം മേ ഭൗരസ്തനാജൻ സ്വൈബലം പരിധാനായേഷ പരേവരേമി സ്ഥിരജഗമായ ബ്രഹ്മാദിലോകേന വശംപ്രണീതാ ഈശ്വരകാരമോസാവോജസ്രാത്വബലേന്ദ്രിയാത്മാ സൈവ വിശ്വം പരമസ്വ ശക്തിഭിः സൃജത്യവത്യത്യുർഹത്രയേഷ യജ്ഞാനം ഭാവമത്വാത്മന മനോഭക്ഷോണസുനിർവിഷ ഹൃദയരാജമനോപരത്തിവാരാധീകരണം തസ്യ മഹത്സ്വരഹം ഹരേ നാരായണ 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 ഹരേ നാരായണ. ചവിട്ടേക്ക് സർപ്പത്തെ പോലെ പാഞ്ഞെടുത്ത അച്ഛൻ ആക്രോശിക്കുമ്പോഴും പ്രഹ്ലാദന് ഒരു കൂസലുണ്ടായില്ല. പിതൃദേവോഭവ നമസ്കരിക്കുന്നു. എന്നെ കാണുമ്പോ എനിക്ക് നമസ്കരിക്കാനും ഞാനിവിടെ കണ്ട് നീങ്ങിയാൽ വിഷ്ണുപക്ഷക്കാരൊക്കെ ജയ് വിളിക്കാനും നിനക്ക് എങ്ങനെയാണ് ഇത്ര ബലം? ആരാവന്റെ ബലം? മറുപടിക്ക് ഒരു പ്രയാസമില്ല. ബലം മേ വൈകുണ്ഠ, എനിക്ക് ബലമായിരിക്കുന്നത് വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാനാണ് എന്ന ഒരു ലജ്ജയില്ലാത്ത പറയാറാവുക. ഞാൻ ഭഗവാനെ ഭജിക്കുന്ന ആളാണ്, എനിക്ക് അതിലൊരു ലജ്ജയില്ല. ഞാൻ കുറി തൊടും, ഞാൻ ചന്ദനം തൊടും, ഞാൻ നാമം ജപിക്കും, ഞാൻ ക്ഷേത്രാടനം ചെയ്യും, ഞാൻ തീർത്ഥാടനം ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് അച്ഛനായാലും പറ്റില്ല, അമ്മാവനായാലും ശരി. അങ്ങേക്ക് ഇങ്ങനെ ആക്രോശിക്കാനും ബലമായിരിക്കുന്നത് അതേ വൈകുണ്ഠം തന്നെ. ഈ വിശ്വത്തെ മുഴുവനും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ജഗന്നാഥനായിരിക്കുന്ന ഭഗവാൻ അങ്ങായിട്ടും ഞാനായിട്ടിരിക്കുന്നു. പക്ഷേ അങ്ങയുടെ ഉള്ളിലുള്ള ആസുരഭാവം കൊണ്ട് അങ്ങ് ലോകത്തെ മുഴുവനും ജയിച്ചു എന്ന് അഭിമാനിക്കുന്നു. പക്ഷേ കാമം
കാമക്രോധം ലോഭം മോഹം മതം മത്സരം എന്നുള്ള അങ്ങയുടെ ഉള്ളിലുള്ള ശത്രുക്കളെ അങ്ങ് ജയിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങേക്ക് അങ്ങായിരിക്കുന്ന ഭഗവാനെ കാണാൻ സാധിക്കാത്ത. ഈ ആസുരഭാവം ഉപേക്ഷിച്ച് സർവാത്മന ഭഗവാനെ ശരണം പ്രാപിക്കൂ. സജ്ജനങ്ങളുടെ പാദരജസ്സിനെ ശിരസാ വഹിക്കാനായിട്ട് ശ്രമിക്കൂ. അച്ഛനും എന്നെ പോലെ ആനന്ദം അനുഭവിക്കാം. കേട്ടതോടുകൂടി ഹിരണ്യകശിപുവിന്റെ ഭാവമാകെ മാറിപ്പോയി. വ്യക്തം മർത്തുകാമോസ്, നിനക്ക് ചാവാനാണ് ആഗ്രഹം, അതാണ് നീ ഇങ്ങനെ പിച്ചും പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഭാഗ്യം കെട്ട നീ പറഞ്ഞതുപോലെ ഞാനല്ലാതെ ഈശ്വരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവരെവിടെ? ഭഗവാൻ എവിടെയാണ്? പണ്ടതുപോലെ ഒരു മിടുക്കൻ അന്വേഷിച്ചു നടന്നു. ഈശ്വരൻ ഉണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? പിന്നെ അന്വേഷിക്കും. ഈശ്വരൻ ഉണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ അവസാനം ഒരു ഭ്രാന്തൻ പൂജാരിയുടെ അടുത്തെത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ഈശ്വരൻ ഉണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? നിന്നെ കാണുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നാ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആവട്ടെ എന്ന് പറഞ്ഞ് തന്റെ പാദസ്പർശം കൊണ്ട് ആ ശിഷ്യന് ഗുരുനാഥനോട് കാണിച്ചു കൊടുത്തു ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ബോധരഹിതനായി വഴിയിൽ തെറ്റി വീണ് മരത്തുമ്പിൽ പോയി ഇടിച്ച് എങ്ങനെയൊക്കെയോ സ്വന്തം ഭവനത്തിൽ എത്തുന്നവരെ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ വളർന്ന ആ ശിശു, ആ ബാലൻ, ആ കുമാരൻ, ആ യുക്തരായിട്ടുള്ള മിടുക്കൻ പരദേശത്ത് പോലും പോയി ഭാരതാംബയുടെ മഹിമയെ പ്രശസ്തമാക്കി തീർത്ത വിവേകാനന്ദനായി തീർന്നു. അദ്ദേഹം ചോദിച്ചതുപോലെയാണ് ഇപ്പൊ ഹിരണ്യകശിപുവിന്റെ ചോദ്യം. ഈശ്വരൻ ഉണ്ട്. എവിടെ? സർവത്ര. എവിടെയില്ലാത്തത്? എല്ലാവർക്കും. അങ്ങനെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ തൂണില്ല? ആര് പറഞ്ഞില്ല? എനിക്ക് കാണാണ്ടല്ലോ. ഇനി അച്ഛന് ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ സ്വയം കണ്ടോള് എന്നുള്ള ഭാവത്തിൽ ഹിരണ്യകശിപുവിന് മുമ്പിൽ പ്രഹ്ലാദൻ കൈകൂപ്പി നിന്നു. ഭാഗ്യം കെട്ട നീ പറഞ്ഞതുപോലെ ഞാനല്ലാതെ ഈശ്വരൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ പണി കഴിപ്പിച്ച തൂണാണ്, ഇത് ഞാൻ ഇടിച്ച് പൊളിക്കാൻ പോണു, ഇതിൽ നിന്നൊരു ഹരി പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടിയിറക്കുമെന്ന ഏവം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രതിഷ്ഠോൽപതിതോവനാസനായി സ്തംഭം തഥാജാതിബല സ്വമുഷ്ടിന തന്റെ ഉരുക്ക് മുട്ടികളെ പിടിച്ച് ഹിരണ്യകശിപു തൂണിൽ ഒരൊറ്റിട്ട് കൊടുത്തു. ഭഗവാന്റെ കഥകളിനെ ഭഗവാനോട് തന്നെ വാദിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മേൽപ്പത്തൂര് പോലും ഈ രംഗായപ്പോ വിഷ്ണു എനിക്ക് ഇതിന്റെ അപ്പുറം ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ ശക്തി കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ കൃപാത്മാവേ, വിശ്വാത്മാവേ, ഗുരുഭവനം പുരനിവാസിയായിരിക്കുന്നോവേ കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് അന്നത്തെ രചനയൊക്കെ നിർത്തിവെച്ചു. അന്ന് രാത്രി ഭഗവാൻ തന്റെ ക്രൂരവീര നരസിംഹനാട്യം ഒന്നത് കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഒരു പൊട്ടിക്കുകയായിരുന്നു. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്യാഭൂർണജഗരന്റെ പുണ്യകുഹരോ ആ സ്തംഭം പിളരുന്ന അതിഭീമമായ ശബ്ദത്തിനേക്കാൾ ഉച്ചൈസ്തരം ഭഗവാന്റെ ഘോര ഗർജനാണ് പിന്നീട് കേട്ടത്. ആകാശത്തെ മേഘപാളികളെ കീറി മുറിക്കുന്ന അഗ്നിജ്വാല പോലെ മുകളിലേക്ക് ഉയർന്ന സമാരോമങ്ങള്, കുഞ്ചിരോമങ്ങള്, പ്രിയതായിട്ടുള്ള നെറ്റി, വളഞ്ഞതായിട്ടുള്ള പുരികപ്പൊടികള്, കനലിലിട്ട് പഴുപ്പിച്ച കനകഗോളങ്ങളെ പോലെ ചുവന്നു നിർത്തതായിട്ടുള്ള കണ്ണുകള്, വായ, മഞ്ഞവരി പല്ലുകള്, ദംഷ്ടകള്, കൊടുങ്കാറ്റ് മേൽപോട്ടും കിഴക്കോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന നാസിക, മീശരോമങ്ങള്, പുറത്തേക്ക് നീണ്ടു കിടക്കുന്നതായിട്ടുള്ള വാഴ പോലെയുള്ള നാവ്, കുറ്റിച്ചെവികൾ ആകാശത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. പ്രിയതായിട്ടുള്ള കഴുത്ത വിസ്തൃതമായ മാറും ശൂരോത്പന്നങ്ങളാകുന്ന ആയുധങ്ങൾ കെട്ടിപ്പിടിച്ചതായിട്ട് അനേകം ആയുധങ്ങളോടുകൂടിയ കരങ്ങള്, വിസ്തൃതമായ ആ ഉരസ്, പുതിയതായിട്ടുള്ള ഉദരം, പീതാംബരം, പകുതി നരാകാരം, അപ്പുറം മൃഗാകാരമായി നരഹരിയായിട്ടാണ് ഭഗവാൻ ആ പ്രഹ്ലാദന്റെ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ ആവിർഭവിച്ചത്. ഹിരണ്യകശിപുവിന്റെ അട്ടഹാസ്യ ശബ്ദമല്ല പിന്നെ കേട്ടത്. സകല ലോകങ്ങളെയും ഭയപ്പെടുത്തുന്ന വിധത്തിലെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, ഭൂമി കുലുങ്ങുന്നു, ഹിമാലയം തുടങ്ങിയ പർവ്വതങ്ങളൊക്കെ കുലുങ്ങുന്നു, അതിന്റെ മുകളിൽ ഇരിക്കുന്ന ദേവന്മാരുടെ സ്ഥാനം തെറിക്കുന്നു, സമുദ്രം കരക്കടിച്ചു കയറുന്നു, കൊടുങ്കാറ്റ് വീശുന്നു. എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാത്ത ദുഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥയെ പ്രാപിച്ചതോടുകൂടി
ബ്രഹ്മാദി ദേവന്മാരൊക്കെ എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നോക്കി നിന്നു. സന്ധ്യാകാലമാവട്ടെ, ഇതുവരെ പരിഭ്രമിച്ച് നോക്കി നിന്നിരുന്ന ഹിരണ്യകശിപു ഭഗവാനെ ഒന്നടക്കം കണ്ടപ്പോ മൂലം വിഷ്ണുരായ ഇതാ കള്ളൻ വിഷ്ണു തന്നെ. ഇതുപോലെ കാട്ടുവേഷം കിട്ടിയിട്ടാണ് അന്ന് എന്റെ സഹോദരന്റെ കഥ കഴിക്കാനായിട്ട് ഇവൻ വന്നത്. ഇന്ന് ഒന്നുകിൽ ഇവൻ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഭാവത്തിൽ അമ്പും വില്ലും വാളും പരിചയമെടുത്ത് ഭഗവാന്റെ നേരെ ഈയാമ്പാറ്റകൾ അഗ്നിയിലേക്ക് ചാടുന്നത് പോലെ ഹിരണ്യകശിപു ചാട്ടം ചാടി. വാ, കുറച്ചു കാലായില്ലേ നമ്മൾ കണ്ടപ്പോ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ആ ഹിരണ്യകശിപുയെ മാറോട് ചേർത്ത് വിഷ്ണു സജ്ജനങ്ങൾ കാണുന്നതായിട്ടുള്ള ആ വിഷ്ണുവിന്റെ പരമപദം ഓർമ്മണ്ടോ നിനക്ക് എന്ന ഭാവത്തിൽ കൃത്വാട്ടഹാസം ഒരു അട്ടഹാസം ചെയ്തതോടുകൂടി തന്നെ ഹിരണ്യകശിപുവിന്റെ കാറ്റ് പോയ മട്ടായി. എന്നാലും ആകാശത്ത് പാറി നടക്കുന്ന പറവകള്, നിലത്തോടിക്കളിക്കുന്ന എലിക്കുഞ്ഞുങ്ങളെ അവരുടെ നഖം കൊണ്ട് കോർത്തെടുക്കുന്നത് പോലെ ഹിരണ്യകശിപുവിന്റെ ശരീരത്തെ കോർത്തെടുത്ത് പീച്ചി പൊളിച്ച് വലിച്ച് കീറി കടിച്ചും വലിച്ചും വലിച്ചഴച്ച് സന്ധ്യാകാലം വരെ പല യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. സന്ധ്യാകാലമായതോടുകൂടിയിട്ട് ആ സിംഹാസനത്തിൽ നിന്ന് ഹിരണ്യകശിപുവിനെ പിടിച്ചു വലിച്ച് താഴത്തേക്കിട്ട് അവിടുന്ന് ഇഴച്ചു കൊണ്ടുപോയി ഒരു ഉമ്മർപ്പടിയുടെ മുകളില് സ്വയം കയറിയിരുന്ന് അകത്തല്ലാണ്ട് പുറത്തല്ലാണ്ട് ഉമ്മർപ്പടിയുടെ മുകളില് താഴെയല്ലാണ്ട് മീതയല്ലാണ്ട് തന്നെ മടിയില് മൂർത്തമായിട്ടുള്ള ജീവൻ വ്യാപ്തമായിട്ടുള്ള ആ നഖരങ്ങളെ കൊണ്ട് നഖായുധങ്ങളെ കൊണ്ട് വളഞ്ഞ് കാവടി പോയിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ ഉദരപ്രദേശത്തും ഉരസ്സുമായിട്ട് ഭഗവാൻ ആ നഖങ്ങളെ കുത്തിയിറക്കിയ ശരീരം വലിച്ചു പൊളിച്ച് അതിൽ നിന്ന് തളച്ചു ഒന്തി വരുന്ന രക്തമാനത്തില് മതവിഹ്വലനായിട്ട് ആ ശരീരത്തെ കടിച്ചു വലിച്ചു പൊളിച്ച് ഓരോരോ അവയവങ്ങളായിട്ട് കടിച്ചു തിന്നുന്നുണ്ട്, ചവച്ചുവപ്പുണ്ട്, കുടലുമാല കഴുത്തിലിടുന്നു, രക്തം പാലം ചെയ്യുന്നു, ശരീരമാണ് രക്തകണങ്ങളെ കൊണ്ട് നിറഞ്ഞ് ചുവന്നു കൊടുത്തിട്ടുണ്ട്. ആ ക്രൂരമായിരിക്കുന്ന നഖായുധത്തിലെ ഹിരണ്യകശിപുവിന്റെ കുടലുമാല കടിച്ചു പിടിച്ച് നഖത്തിൽ കോർത്ത് കഴുത്തിൽ ഇട്ട് അവിടെ ഇരിക്കുന്ന ആ ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ ശരീരത്തെ നാക്കി തുടച്ച് തട്ടി കാലുകൊണ്ട് ദൂരത്തേക്ക് തട്ടി അവിടുന്ന് തിരിച്ചു വന്ന ആ സിംഹാസനത്തിന്റെ മുകളിലോട്ട് കയറിയിരുന്നു. ഇനി ആരെങ്കിലും എന്റെ പ്രഹ്ലാദനെ തൊട്ട് കളിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ വരാം എന്നുള്ള ഛായയുടെ ഓരോ നോട്ടം നോക്കുമ്പോഴേക്ക് അസുരന്മാരൊക്കെ ദഹിച്ചു പോണു. അടുത്ത് വന്നവരെയൊക്കെ പിടിച്ചും വലിച്ചും കടിച്ചും തുപ്പിയും ഗർജനം കൊണ്ടും കഥ കഴിച്ചതോടുകൂടിയിട്ട് ഭഗവാന്റെ ആ ക്രോധത്തിന്റെ പ്രദേശത്തേക്ക് ഇന്ന് എത്തിച്ചേരാൻ ഞങ്ങൾക്കാരും സാധിക്കില്ല. അത് ദേവന്മാർക്കും എന്തിനാൻ പ്രിയപത്നിയായ ലക്ഷ്മി ദേവിക്ക് പോലും തിരിച്ചറിവുണ്ടായി. ഇത് ഏതോ കാലത്തെ എവിടെയോ നമുക്ക് നരസിംഹാവതാരല്ല, ഒന്നിനും കൊള്ളാത്ത കുറെ ഉണ്ണാവണന്മാരെ ഉണ്ടാക്കാനുള്ളതല്ല, സപ്താഹയജ്ഞമാകുന്ന ഈ ഭാഗവത സിംഹത്തിന്റെ ഗർജനം മറ്റേത് യോഗമാർഗങ്ങളെയും അപേക്ഷിച്ച് എന്ന് എല്ലാ യോഗമാർഗങ്ങളെയും അപേക്ഷിച്ച് ഗർജിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗവത സിംഹത്തിന്റെ ഗർജനാണ് ഈ കേൾക്കുന്നത്. അല്ലാണ്ട് ഒന്നിനും കൊള്ളാണ്ട് ഉപ്മാവ് ഇഡ്ഡലിയും കഴിക്കാൻ പായസം ഉച്ചയ്ക്ക് 12 ആകുമ്പോഴേക്ക് മിണുങ്ങാൻ വരുന്നവരെ ഉണ്ടാക്കാനുള്ളതല്ല ഭാഗവത സപ്താഹയജ്ഞം. ഇത് വീരന്മാർക്ക് കർമാസക്തികളാകുന്ന മത്തഗര്യങ്ങളെ മുമ്പിൽ മതിച്ചു വരുന്ന സമയത്ത് അവയുടെ മസ്തകം അടിച്ചു പൊളിച്ച് മുന്നേറുന്ന സിംഹക്കുട്ടികളെ വാർത്തെടുക്കാനുള്ള യജ്ഞമാണ്. അത്തരത്തിലുള്ള പ്രഹ്ലാദന്മാരായി തീർന്ന ഭഗവാന്റെ ആ പാദങ്ങളിൽ നിർഭയം ചെന്ന് അവലംബിക്കാൻ സാധിക്കുന്ന വീരരായ വിടുക്കന്മാരുടെ നാടായിട്ട് ഈ നാടും മാറാൻ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം, ഭാഗവത സിംഹമാകുന്ന ഭഗവാന്റെ ഈ ഗർജനം അവസരം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കുണ്ട് പ്രഹ്ലാദാദി ഭക്തന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ നരസിംഹാവതാരത്തെ സ്വീകരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ തദേവ തസ്മിന്നിന ഗോവിഭീഷണോ ബഹുവൈനാണ്ഡകടാഹമസ്ഫുടൽ യമ്മൈസ്വധിഷ്ണോവദം വയാദേ ശ്രുത്വാ സ്വഭാവാപ്യയമംഗവീരേ സവിക്രമൻ പുത്രവധേത്രോജസാനിശം നിർഹാരമപൂർവമത്ഭുതം അന്തസ്സഭായാം നദതിനിസവൽപദം നിദത്തോസുരിയേന സുജാനി ഉധവാഹ സത്യം വിധാനം നിജഭൃത്യഭാഗിതം വ്യാപ്തിഞ്ച ഭൂതേക്ഷഭിരേകാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം മമൃഗം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ Hare
ഗോവിന്ദ ഗോവിന്ദ സസത്വമേനം ബലിതോ വിവശ്യൻ സ്തംഭസ്യ മധ്യാദനോർജിഹാരം മായം മൃഗോനാമിതരോ വിചിത്രമഹോകിമേതന്ത്ര മൃഗേന്ദ്രരൂപം മീമാംസമാനസ്ഥിതമുഖ്യതോപിതോ സിംഹരൂപസ്ഥതരം ഭയാനകം പ്രതപ്രചാമീകര ചണ്ഡലോചനം സ്ഫിരസ്രാകേസര ജുംഭിനായനം കരാളതന്ത്രം കരവാളതം ജലക്ഷുരാന്തരിത്വം ധൂളീമുഖോത്പണം സപ്തോദ്ഭകർണം ഗിരിഗന്ധരാഭ്യാപ്താസനാസം ഹനുഭേദ ഭീഷണം ദിവിസ്പൃശക്കായമീവരഗ്രീവോരുവക്ഷസ്ഥലം അല്പമധ്യമം ചന്ദ്രാംശോരൈശ്വരതന്തനോരഹയ്യ വിശ്വഭുജാനേകശതം മഹാൽഭം ദുരാസതം നിർമ്മതിചേതനായുധപ്രവേഗ വിജ്ഞാനിക ദൈത്യദാനവം പ്രായാമേയം ഹരിമോയുമായി നാമഭസ്മോനേന സമുദ്രനേനക്കിം ഏവം ദ്രോസ്തഭ്യവദർഗജായുധോമദൃസിംഹം ദൈത്യകുഞ്ജര അലക്ഷതോപതിഃ പതംഗമോ യഥാസിംഹൗജസി സോസരസ്തജ മതദ്വിചിത്രം ഖലു സത്വധാമനീശ്വരേജസായോ വിലാഭിവർത്തമാ തതോഭിവട്യാഭ്യഹൻ മഹാസുരോ വിഷാദു സിംഹം തദയോരിവേഗയ തം വിക്രമന്തം സകലം വിജാധരോ മഹോരികം രാക്ഷസോ യഥാഗ്രഹീ സദസ്യ ഹസ്തോൽക്കസ്തദാസുരോ വിക്രീഡതോ യത്മദഹിർകരിത്മത അസാധ്വന്യംബഹുലോകസോമരാഘനച്ഛജാ ഭാരത സർവധിഷ്യമാ തം മന്യമാനോ നിരീശങ്കിതം യത് ഹസ്തമുക്തോ ഹരിം മഹാസുര പുനസ്ത്വമാസഞ്ജത ഖഡ്ഗ കർമ്മണീ പ്രഗൃഹ്യേ ദിവസ്രമോ മൃധേ തം ശേനമേകം സതതന്ദ്രവത്മഭിഷ്ടരന്തം അച്ഛിദ്രോപരി അധോഹരി കൃത്വാനാത്മഹാസംഘനമുത്സരോന്മണം നീലരാക്ഷം വിരഹേ മഹാജവ വിശ്വസ്ഫുരന്തരഹാമൂലസാക്ഷവത്വജം ദ്വാരൂരാവാപ്തവികാരീയാഖരിഖാനികരോഹാരം സന്നംഭസുരേഷണാവലോകനാവ്യാത്രാനിനന്ദം വേഹം സുവിക്വയാ അസക്തവാകാരേത്രാനിനോധാന്തമാരീ ാൻഗുലോ പ്രാരിതഹം സരോരിഹം വിസൃജിതസ്യാന്തരാനിധായിധാൻ അഹംസമന്താൻ ഗതപ്രഭാത്മിഹി സ്വപ്നംഗയോധാനുമധാനപകസ്മജ സഭാഭൂരാജേതാഹനാപരിഗ്രഹാസദൃഷ്ടി ഒട്ടരോദിഷ അംഭോരേ സഹസ്രാനിയുഷുഭോ ദേവാധികാരിഭാവിദുഷുഭോ യോമോഹത്തസോൽക്ഷിതവിമാനസംഗുര പ്രസന്നസ്മാനവദാകീർഷ ചൈനാസുമത്മീരമുശിരഭസാ തത്തേജസാഖം കവഭോനരേജേ തതസ്സഭായാമുപവിഷ്ടമുത്തമേന്ദ്രവാസനേ സംഭൃതേജ സംവിഭം വിഭും അലക്ഷിതദ്വൈതധാന്യമനിഷണം പ്രജനവർത്തം നവഭാജകസ്തനം വിഷമ്യലോകത്രയഭക്തഗത്വരം വാദിക്രമൈനാഹം ഹൃദേ പ്രഹൃതമേകോത്കർഷാനാമുഹു പ്രസൂനമർഷൈവഭുക്തുരക്രിയ രാജമാനാവിഭിന്നഭക്തരം വിരുദ്ധനാമംഗലമാത്മാവിനാം രാജകാതുഭയോദയഗ്നിരേ ബ്രഹ്മമുഖ്യാ തത്തോ പ്രജ്ഞവിപുരാം ഇന്ദ്രദിശാലയ ഹൃദയത്തിരസിദ്ധാ വിദ്യാധരമോഹര്യാ മനവപ്രജാനാമതയോ ഗന്ധർവാപ്സരകാരണാഃ യക്ഷാഃ പുരുഷാസ്ത്രാദ വേദാളാഃ സിദ്ധകിന്നരാഃ തേ വിഷ്ണുഭാരതാഃ സർവേ സുനന്ദരുമുദാലയ മൂർത്തിബദ്ധാഞ്ജലിപുരാസീനം തീവ്രതേജസം ഇതിരേ നരശാർദൂലം ബ്രഹ്മോഭാജാൻ ഓസ്മിനന്ദായ ദുരന്തശക്തേ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസർഗസ്ഥിതി സംയമാൻ ഗുണൈഃ സലീലയാ സന്തതരേത്യാത്മനേ ശ്രീരുദ്രവാച കോപകാലോ യുഗാന്തസ്നേഹലോയോസുരോൽപ്രകാതസുതം വാക്യവസുതം ഭക്തം ദേ ഭക്തവത്സല ഇന്ദ്രകുമാരവത്യാനീതാ പരമഭവതാപ്രായതാനുഭാജ വിദ്യാക്രാന്തം ഹൃദയകമലം ദുർഗൃഹം മൃത്യുബോധി കാലകൃത്തം ഗീതിർമഹോനാഥ ദുസ്ത്രോടാന്തേ മുക്തിത്രേഷാമഹി ബഹുമതാ നരസിംഹാവരീക്കിം വിഷയൗജ്യോത്വം നസ്തവ പരമമാത്മേതാത്മതേജോയനേതമാതിപുരുഷാത്മകതം സസർജാതദ്വിപ്രയുക്തമൗനാതിശരണ്യപാല രക്ഷാഗുഭീതവപുഷാ പുനരന്വമംസ്താ ഇതരപൂജോത്സാധാനോദിപുജയപ്രസംഗരോദയദത്താനിർപ്രസമയേപ്യഭിഭക്തിലാംഭു തസ്യോദരാം ഖവിജീർണമഭാഗ്യമാപ്തത് തസ്മൈ നമോ ധർമ്മഗോത്രേ ഊജു യോനോഗനി യോഗസിദ്ധാമസാഭിരഹാർഷി യോഗതപോബലേന നാനാദൽപം തന്നഖൈർനിർദ്ദജാന
തസ്മൈ തുഭ്യം പ്രണതാസ്മോ നൃസിംഹ. വിദ്യാധരാ പൂജോ വിദ്യാപ്രധാനോപരീകൃത സേന സംഖ്യേപവത്തം പായാത്യം നാഗപൂജു യേന പാപേന രത്നാനി സ്ത്രീരത്നാനി ഹൃതാനി നഃ തദ്വക്ഷപാണനേന സാന്ദത്താനന്ദനമോസ്തുതേ. മനവൂജു മനോഭയം ഭവഗിരേ മനോകാരിണോ വിധിജേന ദേവ പരിഭൂതസേവ ഉപസംഹൃത പ്രഭോ മനുഷാദിരാൻ പ്രജാപതയം പൂജു പ്രജേതാവയന്തെ അജേതാഭിദന്ത വൈദേന പ്രജാ വൈ സജാമോ നിഷിക്താ സൈകത്വയാ നിത്യപക്ഷ തുജേ മംഗളം സർവമൂർത്തേ വദാനാ ഊജു വയം വിഭോജേ നടനാട്യഗായക സേഷീതോ ഭവതാ ദശാമിമാ ഊജു ഹരേ തപാന്ത്രി പങ്കജ സാധു പൂജോ വയമനതരമുഖ്യാ കർമ്മഭിത്രേവനോജ്ഞൈഃ തൈഹരിതുതേന പ്രാപിതാത്വം സതുജനദരിതാനന്ദം ജാനദാഹി നരഹര ഉപനീത പഞ്ചതാം പഞ്ചവിംശ വയം കിം പുരുഷാഃ ത്വം തു മഹാപുരുഷ ഈശ്വര അയം കുപുരുഷോ നഷ്ടോധികൃത സാധുധീയജ. വൈതാളികാ പൂജോ സഭാസു സത്രേഷു തവാമലം യശോ ഹിത്വാ സഭര്യാം മഹതീം ലഭാമഹേ